ഹായ് ഹലോ മിഷാനി ഹിയർ. ഇന്ന് പൗർണമിയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഈ പൗർണമി എന്താണ് നിങ്ങൾക്ക് നൽകുന്നത്. അത് സാമ്പത്തിക ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, മണി വൈസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ജോബ് കരിയർ അങ്ങനെ എന്താണെങ്കിലും എന്താണ് നിങ്ങളിലേക്ക് പുതിയതായിട്ട് ഈ പൗർണമി നൽകുന്നത് എന്നാണ് നോക്കുന്നത്. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്ന ആ സമയത്ത് നിങ്ങൾക്കാകും. നമ്മുടെ ചാനലിൽ പല ടോപ്പിക്കിൽ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ അതും കണ്ടു നോക്കാം. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത്. ഇതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാകും. കാരണം ഇത് നിങ്ങളുടെ എനർജി അല്ല. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഒരു മുന്നോട്ട് നീങ്ങുന്ന ഒരു എനർജിയാണ്. ഇതുവരെ നിങ്ങൾ എവിടേക്കായിരുന്നോ സ്റ്റെക്കായിരുന്നേ അതിൽ നിന്നൊക്കെ മാറി, ആ സാഹചര്യം ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, എന്തൊരു കാര്യത്തിലാണോ നിങ്ങൾ വല്ലാതെ സ്റ്റെക്കായി നിന്നുകൊണ്ടിരുന്നത്, മണി മാറ്ററിലാകാം, അങ്ങനെ ഏതൊരു സാഹചര്യമാണെങ്കിലും അതിൽ നിന്നും മാറി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു സ്വാതന്ത്ര്യം, നിങ്ങളെ കെട്ടുമൂടപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊരു സ്വാതന്ത്ര്യം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടാകാം, എവിടെയെങ്കിലും ചിലപ്പോൾ കറങ്ങാൻ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഉന്മേഷവും ഉല്ലാസവും എല്ലാം തരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറി, ചിലപ്പോൾ അത് ജോലി സംബന്ധമായിട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാറി നിൽക്കേണ്ടതാകാം, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യങ്ങളാകാം, അങ്ങനെ എന്തും ആവാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഡയറക്റ്റ് പറയുന്നത് സാധ്യതകളെയാണ്. പിന്നെ നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്, ഓഫർ അവൈലബിൾ ആണ്. നമ്മൾ പോസിറ്റീവും പറയും, നെഗറ്റീവും പറയും, റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ മാത്രം വരിക. കാരണം നമുക്ക് സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം, നിങ്ങൾക്കൊരു എന്താ പറയുക സൊല്യൂഷൻ തരിക എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഏതൊരു സാഹചര്യമാണെങ്കിലും അത് തന്നെയാണ് വീണ്ടും വരുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, ഒരു ചേഞ്ച്, മൊത്തത്തിൽ അടിമുടി ഒരു മാറ്റം. കാലഘട്ടങ്ങൾ മാറുന്നതാകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തുടങ്ങി ഇന്ന സമയത്ത് അവസാനിക്കേണ്ടതാകാം, ചിലപ്പോൾ റിലേഷൻഷിപ്പിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളായിരിക്കാം, പണസംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ അത് ഈ പറഞ്ഞ പോലെ ഏതൊരു കാര്യം, റിലേഷൻഷിപ്പ് ആണെങ്കിലും മണി മാറ്റർ, ജോബ്, അങ്ങനെ എന്തൊരു കാര്യമാണെങ്കിലും അതിലിപ്പോൾ നടക്കുന്നത് സംഭവിക്കാനുള്ളതാണ്, അനിവാര്യമായിട്ടുള്ളൊരു വിധിയാണ്, ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ എന്തൊരു കാര്യം സംഭവിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങളിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടാകാം. ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ മുഴുവനായിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഏത് തരം ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അങ്ങനെ പല കാര്യങ്ങൾ, ഭാര്യ ഭർത്താവിൻ്റെ പിണക്കങ്ങൾ, അങ്ങനെ എന്തൊരു കാര്യവും എല്ലാം മാറിയിട്ട് ഒരു പങ്കാളിത്തത്തിലേക്ക്, ഒരു യൂണിയനിലേക്കൊക്കെ വരുന്നതായിട്ട്, ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു വിവാഹമൊക്കെ നടക്കുന്നുണ്ടാകാം. നിങ്ങൾ ആ രണ്ട് പേരും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒന്നാവുക എന്നൊരിത്. ചിലപ്പോൾ നിങ്ങളുടെ ഇതിനു മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെല്ലാം പരിഹരിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒന്നാകുന്നൊരു സാഹചര്യം വേണ്ടി വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് വർഷങ്ങളായിട്ട് പിണക്കത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അടുത്ത് ഉള്ളവരായിരിക്കാം. അപ്പം അത്തരം കാര്യങ്ങൾ, കാരണം ഒരു ജസ്റ്റിസ് കിട്ടുന്ന ഒരു സമയമാണ്. എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ എന്താണ് അതിനൊരു കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ സംഭവിച്ചുകൊണ്ട് എന്താണ് ഉണ്ടായത്, ഒരു വ്യക്തത. പിന്നെ കുറേ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്വയം ആലോചിക്കുന്നുണ്ടാകാം. ഒരു വീണ്ടും വിചാരം, പഴയ കാര്യങ്ങളൊക്കെ ഒരു റീക്യാപ്പ് അടിക്കുന്ന പോലെ തന്നെ വീണ്ടും നമ്മളൊന്നുകൂടി നോക്കി അത് ശരിയായിരുന്നോ, അവിടെ ആയിരുന്നോ തെറ്റ്, ഇതായിരുന്നോ തെറ്റ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക മനസ്സിലാക്കി അങ്ങനെ ചെയ്യുന്നൊരു ഇത് ആ ഒരു സമയമായിരിക്കാം. ഒരുപാട് പല കാര്യങ്ങൾക്കും നിങ്ങൾക്കെതിരെ ഏഷ്യനി പറഞ്ഞവരാണെങ്കിലും, നിങ്ങളുടെ ജോബ് ഇല്ലാതെ ആക്കിയതാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇല്ലാതാക്കിയ തേർഡ് പാർട്ടി, ഏതൊരു സാഹചര്യവും എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു വ്യക്തത വരുന്നുണ്ട്. എങ്ങനെ ഇനി എന്ത് വേണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന സമയമായിരിക്കും ഇനി വരുന്നത്. നിങ്ങളൊരു വ്യക്തിയായിട്ട് പ്രണയത്തിലാണെങ്കിൽ, റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ, അത് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഒരു
ആ വ്യക്തിയായിട്ടൊരു പുതിയ ഫീലിങ്സ്, ചിലപ്പോൾ നിങ്ങൾ ഈ മനസ്സിലിപ്പോൾ ഒരു വ്യക്തിനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഞാനത് പറഞ്ഞ സമയത്ത്. ആ വ്യക്തിയായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. പുതിയ ഒരുപാട് ഫീലിങ്സ് നിങ്ങൾ അറിയാനുള്ളൊരു സാധ്യത, കുറച്ച് പേരൊക്കെ ആത്മീയതയിലേക്ക് തിരിയാനുള്ളൊരു സാധ്യതകൾ, ഇൻഡ്യൂഷൻ, നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഒരുപക്ഷെ ശരിയാകുന്നുണ്ടാകാം. ഈ സമയത്ത് ഒരുപാട് സമൃദ്ധി കൈവരുന്നൊരു സമയമായിരിക്കാം. സർഗാത്മകത, കലാകായിക രംഗത്തുള്ളവർക്ക്, അതേപോലെ തന്നെ കലാകാരന്മാർക്കൊക്കെ, അല്ലെങ്കിൽ വളരെ നാളുകളായി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അതിലൊരു കാര്യങ്ങൾ അങ്ങനെ ഉള്ളതായിരിക്കാം. നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങളെ മനസ്സിലെ ഉദ്ദേശിച്ച വ്യക്തിയായിട്ട് ഒരു തീവ്രമായിട്ടുള്ള ബന്ധം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരം തീവ്രമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ടാകാം. അതിൽ നിങ്ങൾക്ക് സംതൃപ്തിയും വിജയവും എല്ലാം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അതൊരു പുതിയതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആകാം. എന്താണെങ്കിലും ഭയങ്കര സ്നേഹം, നല്ല അടുപ്പം, ആഴത്തിലുള്ള വികാരങ്ങൾ അതൊക്കെയാണ് പ്രതിഫലിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് പേർക്കൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് സാർത്ഥത ഉണ്ടാകുന്നൊരു സമയമായിരിക്കാം. ഒരു പരസ്പര അസൂയ നിറയുന്ന സമയമായിരിക്കാം. വളരെ കുറച്ച് റിലേഷൻഷിപ്പൊക്കെ ചിലപ്പോൾ അത്തരം ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കാം ഇനി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിങ്ങളുടെ മനോഹരമായ ജീവിതത്തിനിടയ്ക്കും അത്തരം അടിക്കടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ റിലേഷൻഷിപ്പ് അത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തന്നെ ജോബ്, അങ്ങനെ എന്തൊരു നിങ്ങൾ സാഹചര്യത്തിൽ ഇരിക്കുകയാണെങ്കിലും ഇതിവിടെ അവസാനിക്കേണ്ടതാണ്. അനിവാര്യമായിട്ടുള്ളൊരു അവസാനമാണ്. ഇതിങ്ങനെ അവസാനിക്കണം. എങ്ങനെയാണോ തുടങ്ങിയത് അതിനനുസരിച്ച്, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല. ഈ വ്യക്തി അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതായിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ ഒരു പ്രത്യേക ടൈം ആവുന്ന സമയത്ത് പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണമായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വളരെ ഒരുപാട് പേർക്കും കൂടുതൽ അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലം, അത് വർക്കിലായിക്കോട്ടെ എന്തൊരു കാര്യത്തിലായിക്കോട്ടെ, ഒരു പ്രതിഫലം ലഭിക്കുന്നൊരു സമയമായിരിക്കാം. അതിൽ നിന്ന് ആഡംബരമായിട്ടുള്ള ഒരു ചെലവുകൾ, യാത്രകൾ, അതൊക്കെ ഉണ്ടാവാം. സമൃദ്ധി, സുരക്ഷിതത്വം, സമൃദ്ധിയൊക്കെ തന്നെയാണ്. നേരത്തെ വന്ന കാർഡുകളിൽ ഇതൊക്കെ തന്നെയാണ്. ഒരു പുതിയ തുടക്കം, പ്രോസ്പെരിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫിനാൻഷ്യലായിട്ട് നിങ്ങളുടെ ഉണ്ടായിരുന്ന ആ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ മാറാം. പണം നിങ്ങളിലേക്ക് പല വഴിക്ക്, അത് ലോട്ടറി കൂടെ ആവാം, അല്ലെങ്കിൽ പല വഴിക്ക് ആകാം. നിങ്ങളൊട്ടും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാകാം. എല്ലാം കൊണ്ട് നിങ്ങൾക്കൊരു ഗ്രേറ്റ് സക്സസ് ആണ് വരുന്നത് ഈ പൗർണമി നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിനാണോ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാതെ ഇരുന്നത്, അതിന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സമയത്ത് തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാകാം. നിങ്ങൾ അതിലോട്ട് ഒരു ആക്ഷൻ, ഒരു ചുവടുവെപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടാകാം. അത് എത്ര സാഹസികത നിറഞ്ഞതാണെങ്കിലും അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഭയം ഇല്ലാതാകുന്നൊരു സമയമായിരിക്കാം. എന്തൊരു കാര്യത്തിനും മുന്നോട്ടിറങ്ങാൻ പറ്റുന്നൊരു സമയം എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളൊരു സാധ്യതകളാകാം. ഒരിക്കലും ഇതുപോലെ തന്നെ നിങ്ങളൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ടാമതും മൂന്നാമതും ചിന്തിക്കുക. അതിനുശേഷം സ്വയം ഡൗട്ട് ചെയ്യാതിരിക്കുക, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ. അത്തരത്തിലുള്ള ഡൗട്ടുകൾ, കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ല. അപ്പോൾ പിന്നെ അത് നടക്കില്ല. കുറച്ച് പേർക്കൊക്കെ മേ ബി ഇതിലൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ സാധ്യതയൊക്കെ ഉണ്ട്. ഒരു തേർഡ് പാർട്ടി ഇനി വരുന്ന സമയങ്ങളിൽ അത്തരം കാര്യങ്ങൾ റിലേഷൻഷിപ്പുകളിലും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റ് ഭൂമി സംബന്ധമായിട്ടുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഒരു ബ്ലാക്ക് മാജിക്ക്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വ്യക്തികളായിട്ടുള്ള ഒരു ഇഷ്യൂസ്, അവർ നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജി വളരെ കുറച്ച് പേർക്കൊക്കെ ഉണ്ടാകാം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് അല്പം കയ്പ് നൽകുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ എന്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തൊരു സാഹചര്യം ആണെങ്കിലും അതിൽ നമ്മൾ നേരത്തെയും പറഞ്ഞു അത്തരം കാർഡുകൾ തന്നെയാണ് വരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ടൊരു മോചനം, ഒരു സ്വാതന്ത്ര്യം. ചിലപ്പോൾ ഒരു പക്ഷേ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ ആ ബന്ധം ഉപേക്ഷിച്ച് അവരുടെ ഇതിലോട്ട് പോകാനുള്ളൊരിത്, അല്ലെങ്കിൽ ആ ബന്ധത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കി വീണ്ടും നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നതാകാം. രണ്ട് തരത്തിലുള്ള എനർജിയും വരാം. കാരണം കേൾക്കുന്നവർ പല ടൈപ്പിലാണ്. നിയന്ത്രണം പുനഃസ്ഥാപിക്കലുമുണ്ട്. ചിലപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ സിറ്റുവേഷനും അത് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാകാം.
അത്തരത്തിൽ നിങ്ങൾക്ക് ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാകാം, സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാകാം. ഒരു പ്രതിരോധ ശേഷി ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊരു കാര്യത്തിനും ഒരു ശക്തിയും അതിലെങ്ങനെ പ്രതിരോധിക്കണമെന്നും പ്രതികരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു സമയം. എന്തൊരു കാര്യത്തിലും നമുക്കൊരു അവസാന നിലപാട് എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടത്, എപ്പോൾ തീരുമാനം എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ ചോദിക്കുക, അഭിപ്രായങ്ങൾ ചോദിക്കുക, പക്ഷേ അന്തിമ തീരുമാനം നിങ്ങളായിട്ട് എടുക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഒരു മാറ്റം വരുന്നുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നിങ്ങൾ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും ഉള്ള ലൈഫാണ്, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് വിശ്വസിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയും പ്രോത്സാഹനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. അത് ജോലി സ്ഥലത്താകാം, റിലേഷൻഷിപ്പിലാകാം. മൊത്തം നിങ്ങളുടെ ഈ സിറ്റുവേഷനും ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും മാറി പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രതീക്ഷ ലഭിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മെച്ചപ്പെടുന്നുണ്ടാകാം ഈ സമയത്ത്. കുറച്ച് പേർക്കൊക്കെ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിൽ അമിതമായിട്ടുള്ള ഒരു ആസക്തി, ശാരീരികമാകാം മാനസികമാകാം, അത്തരം ഒരു ആസക്തി ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ടാകാം. നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയോട് ഒരു ഒറ്റപ്പെടൽ, അവരില്ലാതെ പറ്റില്ല എന്നൊരു തോന്നലാകാം. അവർ പക്ഷേ കുറച്ച് പേർക്കൊക്കെ അവരുടെ ആ വ്യക്തി അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം. നിങ്ങൾ മാത്രമായിരിക്കാം വല്ലാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുന്നത്. എന്താ പറയുക, ഒരു നഷ്ടപ്പെട്ടു, അത്തരം ഒരു കാര്യങ്ങളായിരിക്കും. ഒറ്റപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നൊരു അവസ്ഥ, ഏകാന്തതയായിരിക്കാം കൂടുതലും. കുറച്ച് പേർക്കൊക്കെ ഗോസിപ്പ് കാര്യങ്ങളൊക്കെ ഇതേപോലെ മറ്റുള്ളവർ നിങ്ങളെ പറ്റി പരദൂഷണം പറയുന്നതോ, ജോലി സ്ഥലത്തോ റിലേഷൻഷിപ്പിലോ അങ്ങനെ എന്തൊരു സ്ഥലത്താണെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പോലെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊരു ടാരറ്റിൻ്റെ മാക്സിമം എനർജി ഒരു 4 to 8 വീക്സ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പം അത്തരത്തിൽ നോക്കാം. കുറേ പേരൊക്കെ ഒരു പക്ഷെ ഒരു ജോലിയോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനൊരു ഉപേക്ഷിച്ച മട്ടാണ്. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് തകർന്ന് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞവരായിരിക്കാം. ഒരു പക്ഷേ ഇവർ അമിതമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടാകാം. അതൊരു പ്രൊഫഷനാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാവാം. എന്ത് തന്നെയാണെങ്കിലും അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ആ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ നശിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക. ഇനി അത് മുന്നോട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല. വളരെ കുറച്ച് പേർക്ക്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ ഈ കാർഡിൽ നമുക്ക് വന്നൊരു എനർജി. ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ, മുന്നോട്ട് പോകുമ്പോൾ നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യത്തിലുണ്ടോ, അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. പോസിറ്റീവും പറയും നെഗറ്റീവും പറയും. നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ഇതിൽ ചെയ്തിട്ടുണ്ട്. താല്പര്യമെങ്കിൽ അതും എടുത്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നിനെയും ഫോഴ്സ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് എനർജി എടുക്കാതിരിക്കുക, തിങ്ക് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി.